ഇതിപ്പോ പെണ്ണ് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ്. എന്നെ വിട്ടു കൊടുക്കല്ലേ അവളെന്നെ തിന്നും. എന്നെ വിട്ടു കൊടുക്കല്ലേ. എടാ നീ പോയി നിന്റെ അച്ഛനോട് പറയടാ. അച്ഛൻ്റെ അടുത്തല്ലേ പറഞ്ഞത്? അയ്യാ ടെൻഷൻ കൊണ്ടാണ് എനിക്കിത് കിട്ടണില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവൻ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ വീഡിയോ അയച്ചു തരും. ഞാൻ അതിന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും. എന്നിട്ട് ഇവൻ എന്നോട് പിണങ്ങി നടന്ന് അവസാനം ഞാൻ അവന്റെ ബെല്ലൈക്കൺ പിടിച്ച് ഞെക്കിയപ്പോഴാ എന്നോട് മിണ്ടാൻ തുടങ്ങിയത്. എന്താണ് ഈ കേൾക്കുന്നത്? അതൊക്കെ നാട്ടു നടപ്പാണ് ഇന്നത്തെ കാലത്ത്. ബെല്ലൈക്കൺ ഞെക്കുന്നത്. അതെല്ലാം പോട്ട് രാവിലെ നേരം വെളുക്കുമ്പം ഒരു ഇമോജി വിടും, ഉച്ചയാകുമ്പോ ഒരു ഇമോജി വിടും, രാത്രിയാകുമ്പോ എന്റെ വീട്ടു നട ഒന്നൊരു ഇമോജി വിടും. ഇവിടെ ബാക്കിയുള്ളവൻ വായു ഗുളിയെ കഴിച്ചിട്ട് പോലും ഒരു ഇമോജി പോകുന്നില്ല. അതിനിടക്കാണ് വീട്ടിൽ ചെന്ന് ഇമോജി അയക്കണം. ഈ ഇമോജി എവിടെയാണ്? ഇമോജി എന്ന് പറഞ്ഞ ഈ അയക്കുന്ന ഒരു സാധനമാണ്. സംഭവമാണോ? അപ്പൊ ശരിക്കും പറഞ്ഞ നീ ഇമോജി എനിക്ക് അവനെ കിട്ടിയേ പറ്റുള്ളൂ. നീ അങ്ങനെ മാറിക്കേ. മിസ്റ്റർ ബിൽബർട്ട്, You talk Gilbert. I pity you also Gilbert. Shut your mouth. You shut your mouth. I pity you, sister. No, Papa. I am Gladys. Gladys? Yeah, Gladys. ഇതാരെ പേരിട്ട്? My daddy. എന്താ പുള്ളി കിട്ടിയിരുന്നെങ്കിൽ തിന്നിട്ടൊന്നും ഒരക്കാരൻ മുഖം. വായിക്കൊള്ളില്ലാത്ത പേരിട്ടിരിക്കുന്ന ഗ്ലാഡീസ് എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ മോളെ, ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒട്ടും ശരിയുള്ള പ്രവണതയെ അല്ല. എന്ത്? ഈ മൂക്കിൽ വിരലിടുന്നല്ലേ? അതല്ലെന്ന്. പിന്നെ ഇവൻ ഈ കാണിക്കുന്നത് ശരിയാണ്. അയ്യേ, അത് മഹാവൃത്തികേടല്ലേ? ഇതെന്താണ് ആ ചന്തോറിയുന്നത്? എടാ എന്താണ് ഇതിലുള്ള പറഞ്ഞു വിട? എനിക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. എന്നെ കൊണ്ടുവന്നല്ലേ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സ്നേഹിച്ചടാ നീ? എനിക്ക് മനസ്സിലാവില്ല. അച്ഛാ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രൈക്ക് നടന്നു. ആ സ്ട്രൈക്കിന്റെ ഇടയിൽ തല പൊട്ടിയ ഒരു പെങ്കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടു. അവളെയും കൊണ്ട് ലാബിനകത്ത് 3 ദിവസമാണ് ഞാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള പെങ്കൊച്ചാണത്. ഒരു കാര്യം ചോദിച്ചപ്പോ ഉടനെ ക്ലാസ്മേറ്റ് എടുത്ത് അങ്ങോട്ട് വീക്കി അങ്ങോട്ട്. എടാ നീ എവിടെ കോളേജിൽ പോയിട്ടുണ്ട്? നീ 3 ദിവസം പെയിന്റിങ്ങിന് പോയ അവനെ പറയാൻ കേട്ടില്ലേ ക്ലാസ്മേറ്റ് എന്ന്? What? Don't start. Painting? Painting? Painting is small. You mad cheat, Papa, cheat. Cheat, Papa, cheat. അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവൻ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന്. അതൊക്കെ ഓക്കെയാണ്, വയറൊക്കെ സോഫ്റ്റ് ആണ്. പക്ഷേ ഈ എഞ്ചിനീയർ വിചാരിക്കണം ഈ വയറൊന്ന് അറിയണമെങ്കിൽ. മനസ്സിലായോ? എങ്ങനെയെങ്കിലും ഇതിനൊന്നും പറഞ്ഞു വിടാനുള്ള പറഞ്ഞു വിട്ട പോവൂലെന്ന്. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. എന്റെ പപ്പ എവള് എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചവളാണെന്ന്. ആര്? ഇവനാണ് പപ്പ റിക്വസ്റ്റ് അയച്ചത്? നീയാണ് റിക്വസ്റ്റ് അയച്ചത്. കള്ളം പറയരുത്. എടാ നീ അല്ലടാ അയച്ചത്. എടി കള്ളി, നീ റിക്വസ്റ്റ് അയച്ചിട്ട് നീ കള്ളം പറയരുത്. നീ പോടാ കള്ള. നീ പോടി കള്ളി. നീ ഇവിടെ പൊട്ട. നീ പോടി പൊട്ടത്തി. നീ പോടാ ഹൈവേ തലയാ. നീ പോടി പേരയ്ക്ക് മൂക്കത്തി. നീ പോടാ വെണ്ടക്ക ചുണ്ട. നീ പോടി കൊച്ചു കള്ളി. നീ പോടാ കൊച്ചു കള്ള. നീ പോടി സാധാരണ പ്രേമം എന്ന് പറഞ്ഞ പോലെ വഴക്കങ്ങോട്ട് വർദ്ധിച്ച് വലിച്ചു കീറിയാണ് ചെയ്യണത്. ഇത് അടുക്കിയാണല്ലാണ് നിങ്ങൾ തമ്മിൽ. ഇതാണ് നീ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അച്ഛൻ ഞാൻ വിചാരിച്ച നടക്കൂല. അച്ഛൻ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ സംസാരിക്കാം മോളെ. ഇവനാണെങ്കിൽ 10-30 വയസ്സുണ്ട്. മോക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? 19 വയസ്സായി. ജീവന് 19 വയസ്സ്. എടാ കല്യാണപ്രായം ആലോചിച്ച് തുടങ്ങണേയുള്ളൂ. നീ വീടിന്റെ പേര് കളയൂല്ലടാ. പിന്നെ 19 വയസ്സുള്ള പെണ്ണാണോ? ആരെയൊക്കെ ഉണ്ട് അച്ഛാ? നരയുണ്ട്. ആ നര വലിയ കാര്യമൊക്കെ എടുക്കണ്ട നീ. അത് ബാലനരയാണ്. അത് വിട്ടുകള നീ.